ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ ഒരു 7 പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിലുള്ള 8th പ്രോപ്പർട്ടി, ആ 8th പ്രോപ്പർട്ടി ബേസ് ചെയ്യുന്നത് നിങ്ങൾ ട്രിഗണോമെട്രിയിൽ പഠിച്ച ഈ 3 ഫോർമുലനെയാണ്. അതായത് സൈൻ 3θ എന്ന് പറഞ്ഞാൽ 3 sin θ minus 4 sin cube θ, cos 3θ is equal to 4 cos cube θ minus 3 cos θ, tan 3θ എന്ന് പറഞ്ഞാൽ 3 tan θ minus tan cube θ by 1 minus 3 tan square θ. ഈ 3 ഫോർമുലനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് പ്രോപ്പർട്ടി നമ്പർ 8. 8th സെറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ്: സൈൻ ഇൻവേഴ്സ് ഓഫ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3x minus 4x ക്യൂബ് which is equal to 3 sin inverse of x. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, if minus 1/2 less than or equal to x less than or equal to 1/2 ഇങ്ങനെ ആയിരിക്കണം. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് cos inverse of 4x cube minus 3x which is equal to 3 cos inverse of x. അവിടെയും കണ്ടീഷൻ ഉണ്ട്, if 1/2 less than or equal to x less than or equal to 1. ലാസ്റ്റ് പ്രോപ്പർട്ടി തേർഡ് വൺ, tan inverse of 3x minus x cube by 1 minus 3x square. ഇതുപോലെ 3 tan θ minus tan cube θ by 1 minus 3 tan square θ സ്റ്റൈലിൽ which is equal to 3 tan inverse of x. അവിടെയുള്ള കണ്ടീഷൻ if minus 1/√3 less than or equal to x less than or equal to 1/√3. ഈ രീതിയിലായിരിക്കും വരിക, ലെസ് ദാൻ. ഒന്ന് നോക്കടാ. പ്രശ്നമില്ലല്ലോ, സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 3 sin θ മൈനസ് 4 sin ക്യൂബ് θ ആലോചിച്ച് വെക്കുക. അപ്പോൾ അതിന് ആൻസർ എന്താ? സൈൻ 3θ. ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളിൽ നടക്കുന്നത് ഇവിടെ പുറത്ത് നടക്കും. 3θക്ക് പകരമാണ് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഈ സൈൻ ഇൻവേഴ്സ് ഇങ്ങോട്ട് പോയാലേ സൈൻ ഓഫ് 3θ മോഡലാവൂലേ, തീറ്റക്ക് പകരമാണ് ഇയാളുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3x minus 4x ക്യൂബ് ഇസിക്കൽ ടു 3 sin inverse of x. എപ്പോൾ minus 1/2 less than or equal to x less than or equal to 1/2. രണ്ടാമത്തത് cos inverse of 4x cube minus 3x which is equal to 3 cos inverse of x if 1/2 less than or equal to x less than or equal to 1. Third property, tan inverse of 3x minus x cube by 1 minus 3x square which is equal to 3 tan inverse of x if minus 1/√3 less than x less than 1/√3. ഈ 3 പ്രോപ്പർട്ടീസ്. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ 3 പ്രോപ്പർട്ടീസിൻ്റെയും പ്രൂഫ് ഒന്ന് കാണണം. കഴിഞ്ഞ 7th പ്രോപ്പർട്ടി ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അതിൻ്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫ് എല്ലാവരും പഠിച്ചു വെക്കണം, കാരണം അത് പ്രോബ്ലമായിട്ടും ചിലപ്പോൾ ചോദിക്കാം. പ്രൂവ് ദാറ്റ് പറഞ്ഞിട്ട് ഈ രീതിയിൽ ചോദിക്കാം, ഈ രീതിയിലൊക്കെ ചോദിക്കാം. അതുകൊണ്ട് പ്രൂഫ് ഒരു പ്രോബ്ലമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അത് എക്സാമിന് അതേപോലെ തന്നെ ചോദിക്കാം. ഞാൻ ആദ്യമായിട്ട് ഒന്നാമത്തെ പ്രൂഫ് നോക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സൈൻ ഇൻവേഴ്സ് ഓഫ് 3x minus 4x ക്യൂബ്. ഇതിന് സിംപ്ലിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞിരുന്നു സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് വരണം? സൈന് വരണം. അങ്ങനെയെങ്കിൽ ഇതേ സ്ട്രക്ചറിലുള്ള വല്ല ഫോർമുലയും സൈനിന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഏതാണ്? 3 sin θ minus 4 sin cube θ. അപ്പോൾ ആ രൂപത്തിലേക്ക് ഇയാളെ മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കേണ്ടത്? പുട്ട് x is equal to sin θ. ഇവിടുത്തെ എക്സിന് സൈൻ തീറ്റ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? 3 sin θ minus 4 sin ക്യൂബ് തീറ്റ എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ഇയാൾ ആരാടാ? 3 sin θ minus 4 sin ക്യൂബ് തീറ്റ ആരാ? അത് sin 3θ ആണ്. സൈൻ ഇൻവേഴ്സും സൈനും തമ്മിൽ ക്യാൻസൽ ആകും. അതിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഇസിക്കൽ തീറ്റ എന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ തീറ്റയുടെ വാല്യൂ എന്താവണം?
മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു ആകണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ തീറ്റക്ക് പകരം ഇവിടെ ആരാണ്? 3 തീറ്റയാണ്. അങ്ങനെയെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 തീറ്റ 3 തീറ്റ എന്ന് കിട്ടണമെങ്കിൽ ഇഫ് മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു ആകണം. റെഡിയല്ലേ? ഇനി ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഈ കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. റെഡി? ആദ്യം ഇതിലേക്ക് വരാം. 3 തീറ്റ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ എക്സ് ഈസിക്കൽ സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്താണ് വരിക? ഈ സൈൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിട്ട് മാറൂലേ? അങ്ങനെയെങ്കിൽ ഈ തീറ്റക്ക് പകരം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ 3 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അങ്ങനെയെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ കാണണം. നിങ്ങൾക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ തീറ്റ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇവിടുന്ന് 3 ഇല്ലാതാക്കണം. ദാറ്റ് ഈസ് ഡിവൈഡിങ് ദ ഇക്വേഷൻ ദ ഇനീക്വാളിറ്റി ബൈ 3. അങ്ങനെയാണെങ്കിൽ മൈനസ് പൈ ബൈ ടു ബൈ 3 എന്താ? പൈ ബൈ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തീറ്റ ബൈ 3 എന്താ? തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു ബൈ 3 എന്ന് പറഞ്ഞാൽ പൈ ബൈ 6. എന്നിട്ട് എല്ലാ ടേമിനെയും സൈൻ എടുക്കാം. അങ്ങനെയെങ്കിൽ എന്ത് വരും? സൈൻ ഓഫ് മൈനസ് പൈ ബൈ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ പൈ ബൈ 6. എടാ സൈൻ പൈ ബൈ 6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാണ്. സൈൻ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ മൈനസ് പൈ ബൈ 6 എന്താ? മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആരാടാ? സൈൻ തീറ്റ. അത് എക്സ് അല്ലേ? അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ പൈ ബൈ 6 എന്താ? 1/2. കണ്ടാ? ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ അതിലുള്ള രണ്ടാമത്തതിൻ്റെ പ്രൂഫ് നോക്കണം. ഒന്ന് ചെയ്ത് നോക്കണം. സെക്കൻഡ് പ്രൂഫ്. അതിലെന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കോസ് ഇൻവേഴ്സ് ഓഫ്. അതിൽ നിങ്ങൾ വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, ചെയ്യാം. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. സെക്കൻഡ് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 4x³ മൈനസ് 3x. എടാ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് വരണം? കോസ് വരണം. അങ്ങനെയെങ്കിൽ ഇതേ സ്റ്റൈലുള്ള വല്ല ഇക്വേഷനും കോസിന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. cos 3 തീറ്റ = 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കുക? പുട്ട് x = cos തീറ്റ എന്ന് കൊടുക്കാം. എടാ എക്സിന് കോസ് തീറ്റ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? കോസ് ഇൻവേഴ്സ് ഓഫ് 4 cos³ തീറ്റ മൈനസ് 3 cos തീറ്റ എന്നുള്ള രീതിയിൽ മാറും. റെഡി? അങ്ങനെയെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് ഇയാളാരാ? cos 3 തീറ്റ എന്ന് പറയും. കോസ് ഇൻവേഴ്സും കോസും തമ്മിൽ ക്യാൻസൽ ആകും അല്ലേ? പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് തീറ്റ തീറ്റ കിട്ടണമെങ്കിൽ തീറ്റ ബിലോങ്സ് ടു ക്ലോസർ ഇന്റർവൽ 0 to π എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π ആയാൽ മാത്രമേ ആ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 3 തീറ്റനെ 3 തീറ്റ എന്ന് എഴുതണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഇഫ് 3 തീറ്റ എന്നുള്ളത് 0-ന്റെയും π-ന്റെയും അടിയിലാകണം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. റെഡി അല്ലേ? എടാ ഞാൻ ഇവിടെ x = കോസ് തീറ്റനെ, ഇവിടെ തീറ്റ നമുക്കറിയില്ല. അങ്ങനെയെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ തീറ്റക്ക് പകരം കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുത്താൽ 3 കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടും. ഇതല്ലേ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? ഇനി അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന കണ്ടീഷൻ ഉണ്ടല്ലേ, എക്സിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. എടാ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പ്രൂഫ് വിൽ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ട്വിസ്റ്റിംഗ് പ്രോബ്ലംസ്. അപ്പോൾ അതിലുള്ള ട്വിസ്റ്റ് അത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം നമുക്ക്. എടാ ഞാൻ ഇവിടെ എക്സ് ഉണ്ടാക്കണം അല്ലേ? എക്സ് ഉണ്ടാക്കിയെടുക്കാനാണ് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. ഞാൻ മൊത്തത്തിൽ 3നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0/3 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/3 എന്ന് വരും. എക്സ് എന്ന് പറയുമ്പോൾ കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യും? കോസ് എടുക്കും. കോസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? കോസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് π/3. എടാ കോസ് 0 എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റ എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് π/3 എന്താ? 1/2. റെഡിയല്ലേ? എടാ അത് പറയണ എന്താണ്? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്
ഇതിന്റെ വാ പൊളിച്ചിരിക്കുന്ന ഭാഗം എക്സിന്റെ ഭാഗത്തേക്കാണ്. അതിനർത്ഥം എന്താ? 1-നേക്കാളും വലുതാണ് എക്സ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 1/2. ഇതിൽ വാ പൊളിച്ചിരിക്കുന്നത് 1/2ന്റെ ഭാഗത്തേക്കാണ്. അതിനർത്ഥം എക്സിനേക്കാളും വലുതാണ് 1/2. 1-നേക്കാളും വലുതാണ് എക്സ്, എക്സിനേക്കാളും വലുതാണ് 1/2 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും വലുതാണ് 1/2 എന്നല്ലേ വരിക? ശരിയല്ലേ? ശരിയാണോ? 1-നേക്കാളും വലുതാണോ 1/2? അല്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഇത് നിങ്ങൾക്ക് തന്നത് ഒരു റോങ് കോൺസെപ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്ത സ്റ്റെപ്പ് തെറ്റാണ്. കാരണം 1 ആണ് വലുത്. അപ്പോൾ ഇനീക്വാളിറ്റി നേരെ തിരിച്ചാണ് വരേണ്ടത് അല്ലേ? അപ്പോൾ അത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ളതാണ് വിഷയം. അപ്പോൾ നിങ്ങൾ ഇനീക്വാളിറ്റിയിലുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഒരു ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊന്ന് അടുത്ത് നോക്ക്. 8 ഉണ്ട് 5 ഉണ്ട്. 8 ഉണ്ട് 5 ഉണ്ട്. ഏതാ വലുത്? 8 ആണ് വലുത്, 5 ആണ് ചെറുത്. അതായത് 8 ഗ്രേറ്റർ ദാൻ 5. റെഡി? ഞാൻ ഈ നമ്പേഴ്സിനെ 8നെയും 5നെയും ഞാൻ നെഗറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ 8 എന്നുള്ള എന്താവും? 8 എന്നുള്ളത് -8 ആകും, ചെറുതാകും. 5 എന്നുള്ളതോ -5 ആകും. അപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ ഏറ്റവും വലിയ നമ്പർ 8 ആയിരുന്നു, ഏറ്റവും ചെറിയ നമ്പറോ 5 ആയിരുന്നു. നെഗറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? വലുത് ബിക്കം ചെറുത് ആൻഡ് ചെറുത് ബിക്കം വലുത്. റെഡി അല്ലേ? ഈ രണ്ടെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ വലുത് എന്തായി? -5ഉം ചെറുത് -8ഉം ആയി. അങ്ങനെയെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ നോക്ക്, 8 ഗ്രേറ്റർ ദാൻ 5 എന്നുള്ളതിൽ ഒരു മൈനസിനെ കൊണ്ട് -1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 × -1 5 × -1 ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി വിൽ ചേഞ്ച്. ഇത് ഗ്രേറ്റർ ദാൻ എന്നുള്ള എന്തായി? ലെസ് ദാൻ ആയി. കാരണം നെഗറ്റീവിന്റെ പ്രോപ്പർട്ടി എന്താ? അതിന് വലുതിനെ ചെറുതാക്കാനും ചെറുതിനെ വലുതാക്കാനുള്ള കഴിവുണ്ട്. ആർക്ക്? നെഗറ്റീവിന്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താ എടുത്തത്? കോസ് അല്ലേ എടുത്തത്? എവിടെ? 0 to π/3. നിങ്ങൾക്ക് അറിയില്ലടാ കോസിന്റെ ഗ്രാഫ്. കോസിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യല്ലേ, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങനെ വരിക അല്ലേ? ഈ രീതിയിലാണ് കോസിൻ്റെ ഗ്രാഫ് ഉള്ളത്. അതിൽ 0 ഇവിടെ കിടക്കുന്നത്? 0 എവിടെയാണ്? പയ്യോ ഇവിടെ അല്ലേ ഉള്ളത്? ഇവിടെ π/2. അപ്പോൾ 0 മുതൽ π വരെയുള്ള ഭാഗത്തേക്ക് നോക്ക്. ഈ ഫംഗ്ഷൻ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. എന്താ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ? എക്സ് ഇങ്ങനെ കൂടുമ്പോൾ y അങ്ങനെ കുറയും. അതായത് ഇവിടെ നോക്ക്, ആദ്യം കോസ് 0 എന്താ? 1 ആണ്. പിന്നെ കോസ് ഇവിടെ എന്തുണ്ട്? ഒരു π/3 ഉണ്ട്. കോസ് π/3 എന്തായി? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/2 ആയി. അങ്ങനെ നോക്ക്, എക്സിന്റെ വാല്യൂ ശരിക്കും 0യിൽ നിന്ന് π/3യിലേക്ക് എത്തിയപ്പോൾ അത് കൂടുക ചെയ്തത്. പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടിയ വൈൻ്റെ വാല്യൂ എന്താ? ആദ്യം 1 ആയിരുന്നു, പിന്നെ 1/2 ആയി. കുറയല്ലേ ചെയ്യണത്? അങ്ങനെയാണെങ്കിൽ എക്സ് ഇങ്ങനെ കൂടുമ്പോൾ വൈ അങ്ങനെ കുറയാണെങ്കിൽ അത്തരം ഫംഗ്ഷനെ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാ പറയാം. പക്ഷെ ഇത് ഫംഗ്ഷൻ ഫുള്ളായിട്ട് ഡിക്രീസിങ് ഒന്നല്ല. ഈ ഒരു ഭാഗത്ത് നോക്ക്, 0 മുതൽ π വരെയുള്ള ഈ ഒരു ഭാഗത്ത് ഇയാൾ എന്താണ്? ഡിക്രീസിങ് ആണ്. കണ്ടോ? ആ ഗ്രാഫ് ഇങ്ങനെ അടിയിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ അത് ഡിക്രീസിങ് ആണ്. നേരെ മറിച്ച് പൈ ആണ്ട് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. നോക്ക്, എക്സ് അങ്ങനെ കൂടുമ്പോൾ വൈയും കൂടുകയാണ്. കണ്ടോ? ഇതിങ്ങനെ കയറി പോകല്ലേ? ആ ഒരു ഭാഗത്ത് ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ഭാഗത്തും ഇൻക്രീസിങ് എന്ന് പറയാം. കാരണം അത് ഗ്രാഫ് ഇങ്ങനെ കയറി പോവുകയാണ്. റെഡി? പക്ഷേ ഈ ഒരു ഭാഗത്ത് 0 മുതൽ π വരെയുള്ള ഭാഗത്ത് ആ കോസ് എന്നുള്ള എന്താണ്? ഡിക്രീസിങ് ആണ്. അതായത് ഡിക്രീസിങ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എക്സ് അങ്ങനെ കൂടുമ്പോൾ വൈ അങ്ങനെ കുറയും. അതായത് ഇവിടെ 0 ഉണ്ട്, π/3 ഉണ്ട്. ആരാ വലുത്? π/3 ആണ് വലുത്. 0 ലെസ് ദാൻ π/3 ആണ്. റെഡി അല്ലേ? കോസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് കോസ് 0യും ആകും, കോസ് π/3 ആകും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേ സിമ്പിൾ തന്നെ ഇട്ടു എന്ന് എഴുതി കേട്ടോ. അപ്പോൾ കോസ് 0ന്റെ വാല്യൂ എന്താ? 1 ലെസ് ദാൻ കോസ് π/3ന്റെ വാല്യൂ എന്താ? 1/2. 1 ലെസ് ദാൻ 1/2 എന്ന് കിട്ടും. അത് ശരിയാവോ? ഇല്ല. കാരണം എന്താ? ഈ കോസ് ആണ്ട് കൊടുക്കുന്നതോട് കൂടി ഇവിടെ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ നിങ്ങൾ എടുക്കുന്നതോട് കൂടി നമുക്ക് എക്സ് ഇങ്ങനെ വലുതാകുമ്പോൾ വൈയും അങ്ങനെ വലുതാകും. അതാണ് ഇൻക്രീസിങ്. എക്സ് അങ്ങനെ വലുതാകുമ്പോൾ വൈ ചെറുതാകുകയാണെങ്കിൽ അത് ഡിക്രീസിങ് ആ. ആ ഡിക്രീസിങ്ങിന്റെ കേസിൽ എന്താ? വലുത് ബിക്കം ചെറുതാണ്, ചെറുത് ബിക്കം വലുത്. അങ്ങനെയെങ്കിൽ ഈ കോസ് കൊണ്ട് എടുക്കുന്നതോട് കൂടി ഇവിടെ വലിയ വാല്യൂ ബിക്കം ചെറിയ വാല്യൂ ആൻഡ് ചെറിയ വാല്യൂ ബിക്കം വലിയ വാല്യൂ അല്ലേ? അപ്പൊ ഇവിടെ ചെറിയ വാല്യൂ 0 ആണ്. അതിനെ കോസ് കൊണ്ട് എടുക്കുന്നതോട് കൂടി ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി വിൽ ചേഞ്ച്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നിങ്ങൾ നെഗറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു ഇനീക്വാളിറ്റിയിൽ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി വിൽ ചേഞ്ച്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ കണ്ടോ 0 മുതൽ π/3 വരെയുള്ള പോർഷനാ. 0 മുതലുള്ള π/3 വരെയുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ ഏതാ? 0 മുതൽ π/3 വരെ. ഈ ഒരു പോർഷനിൽ എന്തെന്നെയാണ്? ആ ഗ്രാഫ് ഡിക്രീസിങ് തന്നെയാണ്. അപ്പൊ അവിടെ നിങ്ങൾ കോസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? വലുത് ബിക്കം ചെറുത് ആൻഡ് ചെറുത് ബിക്കം വലുത്. ദാറ്റ് ഈസ് കോസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താകും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകും. ഇവിടെ കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിക്കം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ ഇവിടെ എന്ത് വരും? കോസ് π/3. ഇതാണ് ഞാൻ പറഞ്ഞ ഇതൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞില്ലേ? ആ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യനിലുള്ള ട്വിസ്റ്റിംഗ് സ്റ്റെപ്പാണിത്. നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതുന്നു. എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 1/2. എപ്പോഴും ചെറുതാണ് ആദ്യം എഴുതുക. അതുകൊണ്ട് അപ്പോൾ 1ന്റെ ഭാഗത്തേക്കാണ് വാ വിളിച്ചിരിക്കുന്നത് എല്ലാവരും. അപ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പോഴും 1ന്റെ ഭാഗത്തേക്ക് തന്നെയല്ലേ എല്ലാവരും വാ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഇനീക്വാളിറ്റി എന്താണ്? സെയിം ആണ്. അതാണ് എന്ത് പറഞ്ഞത്? cos inverse of 4x³ minus 3x is equal to 3 cos inverse of x if 1/2 less than or equal to x less than or equal to 1 എന്ന് പറയാൻ കാരണം. റെഡി അല്ലേ? ഇനി അടുത്തതായിട്ട് ഇതിലുള്ള മൂന്നാമത്തതിന്റെ പ്രൂഫാണ്. ഒന്ന് നോക്കടാ. tan inverse of 3x minus x³ by 1 minus 3x². ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ നടത്തണം. എടാ സിംപ്ലിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ ആര് വരണം? ടാൻ വരണം. അങ്ങനെയെങ്കിൽ ഇവിടെ ടാൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ എക്സിന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കേണ്ടത്? ഇതേ സ്ട്രക്ചറിലുള്ള ടാനിന് പഠിച്ച ഫോർമുല ഏതാ? tan 3θ വിച്ച് ഈസ് ഇക്വൽ 3 tan θ മൈനസ് tan cube θ ബൈ 1 മൈനസ് 3 tan square θ ആണെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും? ഇവിടെ പുട്ട് എക്സ് ഈസ് ഇക്വൽ ടു tan θ. റെഡി അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ പറ tan ഇൻവേഴ്സ് ഓഫ്, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കും. അതായത് 3 tan ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് മാത്രം പ്രൂവ് ചെയ്യണത് മാത്രമല്ല, ആ ഇതുണ്ടല്ലോ -1/√3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/√3 അത് പ്രൂവ് ചെയ്യണം കൂടി ഒന്ന് ചെയ്ത് നോക്ക്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. അവിടെ എന്ത് വരും? 3 tan θ മൈനസ് tan cube θ ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 tan square θ. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇയാളെയാണ് എന്ത് പറയാം? tan 3θ എന്ന് പറയാം. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് tan 3θ 3θ എന്ന് എഴുതാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? ടാൻ ഇൻവേഴ്സ് ഓഫ് tan θ ഇസ് ഇക്വൽ ടു തീറ്റ കിട്ടണമെങ്കിൽ തീറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2 ആകണമെന്ന് പഠിച്ചിട്ടില്ലേ? ഈ ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2 എന്ന് പറയുമ്പോൾ -π/2 ഉൾപ്പെടൂല, π/2 ഉൾപ്പെടൂല. അതുകൊണ്ട് എങ്ങനെ എഴുതാ? -π/2 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/2 ഇങ്ങനെ എഴുതി കൂടെ? അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ തീറ്റക്ക് പകരം 3θ ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് tan 3θ ഇസ് ഇക്വൽ ടു 3θ കിട്ടണം എങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് -π/2 ലെസ് ദാൻ 3θ ലെസ് ദാൻ π/2 ആകണം. റെഡി അല്ലേ? ഇനി ഇതിലേക്ക് വരാം. ഇവിടെ 3θ തീറ്റ ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ തീറ്റ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് ഈസ് ഇക്വൽ ടു tan θ ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്താടാ വരിക? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ വരിക? അപ്പോൾ ഈ തീറ്റയ്ക്ക് പകരം ഞാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുത്താൽ 3 tan ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വരും. ഇനി ഇവിടുത്തെ കണ്ടീഷനിലേക്ക് വരാം. എടാ നിങ്ങൾക്ക് എക്സിൻ്റെ -1/3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/3 ആണ് കണ്ടെത്തേണ്ടത്. അതായത് ഇവിടെ എക്സ് ആക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ tan θ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ tan θ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം തീറ്റ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഈ 3നെ ഒഴിവാക്കണമെങ്കിൽ മൊത്തം 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. -π/2നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? -π/6 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/6. റെഡി അല്ലേ? ഇനി മൊത്തത്തിൽ tan ആണ് എടുത്താൽ tan
മൈനസ് പൈ ബൈ 6 ലെസ് ദാൻ ടാൻ തീറ്റ ലെസ് ദാൻ ടാൻ പൈ ബൈ 6. എടാ ഈ ടാനിലൊന്നും ആ പ്രശ്നം വരില്ല കേട്ടോ. ടാനൊക്കെ എന്താ നിങ്ങൾക്കറിയാം, ഇത് 0 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് പൈ ബൈ 2 ഉണ്ടെന്ന് എഴുതിക്കോ, ഇവിടെ പൈ ബൈ 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടാനിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു ഓർമ്മല്ലേ? അത് മറ്റേതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാരണം അതൊന്ന് ആ രീതിയിലൊന്ന് പറയാം. ഇങ്ങനെയല്ലേ ടാനിൻ്റെ ഗ്രാഫ് വരാം? മൈനസ് പൈ ബൈ 20 പൈ ബൈ 20 അടുക്ക് ഇങ്ങനെ പോകുമ്പോൾ എക്സ് അങ്ങനെ വലുതാകുമ്പോൾ വൈയും അങ്ങനെ വലുതാവില്ലേ ചെയ്യണത്. അതുകൊണ്ട് ആ ഒരു ഇൻ്റർവെല്ലിൽ ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ഒന്നും ചേഞ്ച് ചെയ്യില്ല. ഡിക്രീസിങ് ആകുമ്പോഴാണ് ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും ഈ കോസൊക്കെ വരുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. ഇനി ഗ്രാഫിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ച് ചെയ്യാം. ടാൻ പൈ ബൈ 6 അതായത് ടാൻ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1/√3. അപ്പോൾ ടാൻ മൈനസ് പൈ ബൈ 6 എന്താ? മൈനസ് 1/√3 ലെസ് ദാൻ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആണ്. ലെസ് ദാൻ 1/√3 ഉണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് ചെയ്യാം. അടുത്തത് നയൻത്ത് പ്രോപ്പർട്ടി. നയൻത്ത് പ്രോപ്പർട്ടി ബേസ് ചെയ്യണത് സൈൻ 2 തീറ്റ ഇക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളൊരു ഫോർമുല തന്നെയാണ്. അവിടെ പറയണത്, അതിൽ ഫസ്റ്റ് വൺ പറയണത് ഇങ്ങനെയാണ്: സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു, ഇതിൻ്റെ ആൻസർ വരിക 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ഇങ്ങനെയാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഇതേപോലെ തന്നെ ഇതേ ഐറ്റം തന്നെയാണ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതേ ഫോർമുല തന്നെയാണ് അടുത്തിലും വരുന്നത്. പക്ഷെ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. അതിൻ്റെ ആൻസർ വ്യത്യാസപ്പെടുന്നത് അതിനെ ഇനി പറയുന്ന ആ ലിമിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇവിടെ ഈഫ് -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2 എന്നാണ് ഇതിൻ്റെ ലിമിറ്റ്. രണ്ടാമത്തത് സൈൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ പറഞ്ഞില്ലേ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. പക്ഷെ അതിൻ്റെ ആൻസർ എന്താണെന്നറിയോ? 2 കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈഫ് 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് അടുത്ത സെറ്റ് ഫോർമുല. ഇതിൻ്റെ പ്രൂഫ് നമുക്കൊന്ന് കണ്ടുനോക്കണം. ഫസ്റ്റിൻ്റെ പ്രൂഫ് നോക്കാം കേട്ടോ. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എടാ ഇതിന് സിംപ്ലിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ എന്ത് വരണം? സൈന് വരണം. അങ്ങനെയാണെങ്കിൽ ഇതേ സ്ട്രക്ചറിൽ സൈനിന് വല്ല ഫോർമുലയും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? പഠിച്ചിട്ടുണ്ട്. എങ്ങനെ? സൈൻ 2 തീറ്റ എന്ന് പറയുമ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ ആ രൂപത്തിൽ എഴുതാം? അതായത് ആ രൂപത്തിൽ എങ്ങനെ ആവണം അറിയോ? അതായത് ഇത് 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ആ സ്ട്രക്ചറിലേക്കൊക്കെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ എക്സിന് സൈൻ തീറ്റ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആ രൂപത്തിലേക്ക് ഇത് മാറും. അതായത് ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് പുട്ട് എക്സ് ഈസ് ഇക്വൽ ടു സൈൻ തീറ്റ. എക്സിന് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറുടാ? സൈൻ ഇൻവേഴ്സ് ഓഫ് പറ 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. അങ്ങനെയെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ, സ്ക്വയർ റൂട്ട് നമ്മൾ ക്യാൻസൽ ആയാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ ആയിട്ട് മാറും. ഇത് സൈൻ 2 തീറ്റ അല്ലേ? ഈ സൈൻ ഇൻവേഴ്സും സൈനും തമ്മിൽ ക്യാൻസൽ ആയാൽ 2 തീറ്റ വരും. പക്ഷേ എപ്പോ? ഈഫ് പറയും -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ആകുമ്പോൾ. റെഡി? ഇനി നിങ്ങൾ എന്തുണ്ടാക്കിയെടുക്കുക? എക്സ് ഈസിക്കൽ സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ തീറ്റക്ക് പകരം ഞാൻ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുത്താൽ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിൻ്റെ ലിമിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ സ്ഥലപരിമിതി മൂലം ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ് അതിനെ. -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്നാണ്. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇവിടെ ആദ്യം തീറ്റ ആക്കണം. സൈൻ തീറ്റ അല്ലേ എക്സ്? അതുകൊണ്ട് മൊത്തത്തിൽ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
-π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 എന്ന് വരും. മൊത്തത്തിൽ സൈൻ എടുക്കുകയാണ്. സൈൻ എടുക്കുമ്പോൾ സൈൻ ഓഫ് -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ π/4. സൈൻ ഓഫ് -π/4 എന്താ? -1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2. എന്താ ഇതല്ലേ ഇതിൻ്റെ കണ്ടീഷൻ ഉള്ളത്? അതുകൊണ്ട് ഇതെങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ തീറ്റ 2 സൈൻ, ഞാൻ പറഞ്ഞു ഈ സൈൻ ഇൻവേഴ്സും കണ്ടുപോകുമ്പോൾ ഉള്ളിൽ നടക്കുന്ന പുറത്ത് നടക്കുന്ന ഉള്ളിൽ എന്നല്ലേ, ഇത് പുറത്ത് നടന്നതാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ, അതിവിടെ ഉള്ളിലായി. ഇനി ഇത് ഉള്ളിൽ നടന്നതാണ് 2 തീറ്റ, അതിവിടെ പുറത്തായി 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഏകദേശം കത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്, അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും എല്ലാ ക്വസ്റ്റ്യനിലും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രൂഫിലേക്കാണ് കടക്കേണ്ടത്. അതിനി നിങ്ങൾക്ക് 2 കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 2 കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുക്കേണ്ടത്? പുട്ട് എക്സ് ഈസിക്കൽ ടു കോസ് തീറ്റ. അത്രേ അതിൻ്റെ ലോജിക്കുള്ളൂ. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 - x². സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ സൈൻ വന്നാലേ സിംപ്ലിഫിക്കേഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, പുട്ട് എക്സ് ഈസിക്കൽ ടു കോസ് തീറ്റ. എടങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 - cos² തീറ്റ എന്ന് വരൂലേ? അങ്ങനെയെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 - cos² തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താ? sin² തീറ്റയാണ്. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് sin² തീറ്റ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് തമ്മിൽ ക്യാൻസൽ ആയാൽ സൈൻ തീറ്റ വരും. ഇതെന്താ ശരിക്കും 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. അതാരാ വരിക? സൈൻ 2 തീറ്റ എന്ന് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ റെഡി അല്ലേ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2 തീറ്റ അത് 2 തീറ്റയാകണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഇഫ് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് വരും. അതവിടെ നിൽക്കട്ടെ. ഇനി തീറ്റയിലേക്ക് വരാം. എടാ എക്സ് ഈസിക്കൽ കോസ് തീറ്റ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ തീറ്റയ്ക്ക് പകരം കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ 2 കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കണം. അവിടെ കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കോസ് ആണ് കേട്ടോ, നേരത്തെ ഒക്കെ ചെയ്ത ഓർമ്മല്ലേ? ഈ രണ്ടാമത്തെ പ്രൂഫ് വിൽ കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഡബിൾ ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇത് നല്ലോണം ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധ മാറാതെ ഉറങ്ങാതെ നല്ല രീതിയിൽ നോക്കാം. എക്സ് അതായത് 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ കോസ് തീറ്റ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം തീറ്റ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രദ്ധിക്കാം. എടാ തീറ്റ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്താ വരിക? ഞാൻ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം മൊത്തത്തിൽ. അപ്പോൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4 എന്ന് വരും. ഇനി ഞാൻ മൊത്തത്തിൽ കോസ് എടുക്കാം കേട്ടോ. കോസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. ഞാൻ വെറുതെ ഒന്ന് കോസ് എടുത്ത് നോക്കട്ടെ. ഇവിടെ വേറെ ട്വിസ്റ്റ് വരാനുണ്ട്. കോസ് -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റ. ഇനി ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി വേണമെങ്കിൽ ചേഞ്ച് ചെയ്തോ, അതൊന്നും വിഷയമല്ല. പക്ഷെ അത് വേറെ പ്രശ്നമുണ്ട്, നോക്കാം നമുക്ക്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് π/4 റെഡിയല്ലേ? കോസ് ഓഫ് -π/4 എന്താ? കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. കോസ് π/4 അതായത് കോസ് 45 ഡിഗ്രി 1/√2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മൈനസ് വന്നാലും അതിൻ്റെ ആൻസർ എന്താ വരുള്ളൂ? 1/√2 എന്നേ വരുള്ളൂ. ആ 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ 1/√2. എന്താണ് പറയുന്നത്? കോസ് തീറ്റൻ്റെ വാല്യൂ 1/√2ൻ്റെയും 1/√2ൻ്റെയും ഇടയിലാണ്. അതിനർത്ഥം എന്താ? 1/√2 ആണെന്നല്ലേ? പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്തേ കാരണം എന്നറിയാം? അതിൽ സംഭവിച്ച മിസ്റ്റേക്ക് ഞാൻ വേറെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 2 ആണെന്ന് പറഞ്ഞു. റെഡി? എക്സിൻ്റെ വാല്യൂ -2ൻ്റെയും 2ൻ്റെയും ഇടയിലാണ്. ഞാൻ മൊത്തത്തിൽ സ്ക്വയർ ചെയ്തു. എന്താ സംഭവിക്കുക?
-2ന്റെ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ. അതായത് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സിൻ്റെ വാല്യൂ എക്സ് സ്ക്വയർ അല്ലേ, 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതിനർത്ഥം എന്താ, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണ്. പക്ഷെ അത് ശരിയാണോ? -2ന്റെയും 2ന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും സ്ക്വയർ ചെയ്താൽ അതിൻ്റെ ആൻസർ 4 ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അല്ല. -2ന്റെയും 2ന്റെയും ഇടയിലുള്ള നമ്പേഴ്സാണ് 0. 0നെ സ്ക്വയർ ചെയ്താൽ എന്താണ്? 0 ആണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറാണ് -1. -1നെ സ്ക്വയർ ചെയ്താൽ അതെന്താ കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ -2ന്റെയും 2ന്റെയും ഇടയിലുള്ള നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? -2ന്റെയും 2ന്റെയും ഇടയിലുള്ള നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 0നെ സ്ക്വയർ ചെയ്താൽ 0, 1നെ സ്ക്വയർ ചെയ്താൽ 1, 2നെ സ്ക്വയർ ചെയ്താൽ 4. 0നെ സ്ക്വയർ ചെയ്താൽ 0, -1നെ സ്ക്വയർ ചെയ്താൽ 1, -2നെ സ്ക്വയർ ചെയ്താൽ എന്താ വരിക? 4. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, 0 മുതൽ 2 വരെയുള്ള നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്താൽ എന്താണോ കിട്ടുക അതേ സെയിം സംഗതി തന്നെയാണ് -2 മുതൽ 2 വരെയുള്ള നമ്പേഴ്സിനെ സ്ക്വയർ ചെയ്താലും എന്ത് ചെയ്യുക? കിട്ടുക. അതായത് ഇവിടെ കിട്ടുന്ന വാല്യൂയും ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്? സെയിം ആണ്, സിമ്മട്രിക്കൽ ആണ്. ഇങ്ങനെ സിമ്മട്രിക്കൽ ആവുന്ന കേസിലൊക്കെ ഈ മിസ്റ്റേക്ക് വരും. എടാ, നിങ്ങൾക്ക് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് അറിയില്ലേ? നല്ലോണം ശ്രദ്ധിക്കട്ടോ. ഇങ്ങനെയല്ലേ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്? ഇതാണ് 0, ഇതാണ് 2, ഇതാണ് -2. കണ്ടോ? 0 മുതൽ 2 വരെ എന്താണോ സംഭവിക്കുന്നത് അതന്നെയാണ് 0 മുതൽ -2 വരെയും സംഭവിക്കുന്നത്. അങ്ങനത്തെ കേസിലാണ് ഈ ഒരു സംഗതി വരിക. കണ്ടോ? രണ്ടിലെന്ത് കിട്ടും? 4 വരും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യും? ഒരു തെറ്റായ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കേസിൽ, സിമ്മട്രിക്കലായി നിൽക്കുന്ന കേസിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നെടുത്തിട്ട് സ്ക്വയർ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ, ആ ഗ്രാഫ് സിമ്മട്രിക്കലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് പോർഷനെ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ? അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ ലെഫ്റ്റ് ഹാഫ് സൈഡ് കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് ഹാഫ് സൈഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാം? ആദ്യം നിങ്ങൾ സ്ക്വയർ എടുക്കാനാണ് പോകണമെന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇട്ടല്ലേ നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ ഏത് റീജിയൻ എടുത്താൽ മതി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള ഹാഫ് റീജിയൻ മാത്രം എടുക്കുക. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ 0 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ 4. ഇപ്പോൾ കിട്ടിയത് കറക്റ്റാണ്. നിങ്ങൾക്ക് സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0ന്റെയും 4ന്റെയും ഇടയിലാണ്. സംഗതി മനസ്സിലായോ? അപ്പോൾ ഒരു ഗ്രാഫ് സിമ്മട്രിക്കലായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഇത് ഇതിൽ മാത്രമുള്ള പ്രശ്നമല്ലടാ. ഇനിയിപ്പോൾ വേറെ ഒരു മോഡുലസ് ഫംഗ്ഷൻ എടുത്തു നേരിക്കോ. ഞാൻ ഇതിലേക്ക് വരട്ടോ, അതിന് മുമ്പ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കട്ടെ. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഞാൻ മോഡുലസ് എടുത്തു. എന്ത് സംഭവിക്കുക? മോഡുലസ് ഓഫ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് 3. അതായത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. റോങ് ആയ ഇൻഫോർമേഷൻ അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ അതിന് കാരണം എന്താ? കണ്ടോ? മോഡ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാലോ. എങ്ങനെ വരിക മോഡ് എക്സിൻ്റെ ഗ്രാഫ്? വി ഷേപ്പാണ് അല്ലേ. അതായത് 0 ഉണ്ട്, ഇവിടെ -3 ഉണ്ട്, ഇവിടെ -3 ഉണ്ട്. 0 വരെ 3 മുതൽ 3 വരെയുള്ള വാല്യൂ നമ്പേഴ്സിനെ മോഡുലസ് എടുത്താൽ എന്താണോ കിട്ടുക അതേ വാല്യൂ തന്നെയാണ് 0 മുതൽ -3 വരെയുള്ള നമ്പേഴ്സിനെ മോഡുലസ് എടുത്താലും കിട്ടുക. അതുകൊണ്ട് ഈ ഗ്രാഫ് സിമ്മട്രിക്കലാണ്. ഇവിടെ നിങ്ങോട്ടും സെയിം ടൈപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം, ഇനീക്വാളിറ്റി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതുകൊണ്ട് മോഡുലസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം എടുക്കുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എടുക്കുക. എന്നിട്ട് മോഡുലസ് എടുക്കുക. അപ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് 3 എന്ന് വരും. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. കണ്ടോ? കറക്റ്റ് വാല്യൂ കിട്ടൂലേ? ഇനി നമ്മുടെ കേസിലേക്ക് എടുക്കാം. കോസ് എക്സ് അല്ലേ? കോസ് എക്സ് അതായത് y is equal to cos x. ആ കോസ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക എന്നറിയില്ല നിങ്ങൾക്ക്? എങ്ങനെയാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്? ഉണ്ടോ? ഇങ്ങനെയാണ് നടക്കണത് അല്ലേ? ഇതിങ്ങനെ പോവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടേ.
ഈ വാല്യൂ π/2, ഈ വാല്യൂ -π/2. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് ഭാഗമാണ്? -π/4ൻ്റെയും π/4ൻ്റെയും ഇടയിലുള്ള ഭാഗം. അവിടെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്ത് വരക്കാം കേട്ടോ, ഒന്ന് വലുതാക്കി വരക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കോസിൻ്റെ ഗ്രാഫാണ്. ഈ വാല്യൂ ഏതാ? -π/2. ഇതെന്താ? π/2. ഈ -π/2ൻ്റെയും π/2ൻ്റെയും ഇടയിലുള്ള റീജിയനാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ഭാഗവും ഈ ഭാഗത്തുള്ള ഗ്രാഫ് എന്താണ്? സിമെട്രിക്കലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഇനീക്വാളിറ്റി, ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ട് എഴുതിക്കോ, -π/2 ≤ x അല്ലെങ്കിൽ θ ≤ π/2. അവിടെ നിങ്ങൾക്ക് കോസ് അപ്ലൈ ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ വെറുതെ കോസ് ആണ്ട് അപ്ലൈ ചെയ്താൽ എന്താ വരിക? 0 ≤ cos θ ≤ 0. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പകുതി പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുക. θ ≤ 0 ≤ π/2 എന്നിട്ട് കോസ് എടുക്കുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ കോസ് എടുക്കുമ്പോൾ ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. ഇത് മാത്രം എടുക്കുമ്പോൾ ഇവിടെ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെയാണ് എടുക്കണമെന്നുണ്ടെങ്കിലോ ഇവിടെ കുഴപ്പമില്ല, ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യൂല, അവിടെ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് വരിക. ഇനി നമുക്കുള്ള ഭാഗം -π/4ൻ്റെയും π/4ൻ്റെയും ഇടയിലാണ്. ഈ -π/4 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരിക? π/4 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള പോർഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇടയിലുള്ള പോർഷൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ നോക്ക്, ഈ ഹാഫ് പോർഷനും എന്താണ്? സിമെട്രിക്കലാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾ കോസ് എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ത് എടുക്കുള്ളൂ? -π/4 ഫുള്ളായിട്ട് എടുക്കൂല, ഏത് വരെ എടുത്താൽ മതി? ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുക. 0 ≤ θ ≤ π/4. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാം? -π/4 ≤ θ ≤ 0. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് പോസിറ്റീവിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പോസിറ്റീവ് പോർഷൻ കൺസിഡർ ചെയ്തു എന്ന് മാത്രം. ഇതാണ് ഇതിലുള്ള ഫസ്റ്റ് ട്വിസ്റ്റ്. എന്തുകൊണ്ടാണെന്ന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി കോസ് എടുക്കണം അല്ലേ? കോസ് θ അല്ലേ വരേണ്ടത്? ഞാൻ കോസ് എടുക്കുക കേട്ടോ. കോസ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കോസ് എടുത്തു കഴിഞ്ഞാൽ 0 മുതൽ π/4 ഉള്ള പോർഷൻ എന്താ? ആ ഗ്രാഫ് നോക്ക്, ഇങ്ങനല്ലേ പോണത്? കണ്ടോ, ഈ ഒരു സ്റ്റേജിലേക്കാണ്, ഈ രീതിയിലാണ് പോണത്. അതായത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഡിക്രീസിങ് ഫംഗ്ഷൻ ആകുന്ന സമയത്ത് ആ ഫംഗ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഡയറക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി വിൽ ചേഞ്ച്. അപ്പോൾ നിങ്ങൾ കോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കോസ് 0 ≤ ബിക്കം പറയേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു cos θ greater than or equal to cos π/4. ഇതാണ് ഇതിലുള്ള സെക്കൻഡ് ട്വിസ്റ്റ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഡബിൾ ട്വിസ്റ്റിംഗ് പ്രോബ്ലംസ് ആണെന്ന്. ഒരു 90% കുട്ടികളും ഇത് തെറ്റിക്കും. 90 അല്ലെങ്കിൽ 95 അത്രയും പെർസെൻറ്റേജ് കുട്ടികൾ ഈ ഒരു സാധനം ഇത് തെറ്റിക്കൂല. ഇത് മിക്കവാറും അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു പോർഷൻ മിക്കവാറും കുട്ടികൾ തെറ്റിക്കും. പക്ഷെ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഇവിടെ cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 greater than or equal to cos θ എന്ന് പറഞ്ഞാൽ x ആണ്. x greater than or equal to cos π/4 എന്ന് പറയുമ്പോൾ 1/√2. ഇവിടെ എല്ലാവരും വാ പൊളിച്ചിരിക്കുന്നത് 1ൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇത് എഴുതുമ്പോൾ വൃത്തി എങ്ങനെയാണ്? ചെറുതാദ്യം എഴുതുക. അതായത് 1/√2 <= x <= 1. കണ്ടോ, ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. എടാ അടുത്തത് ലാസ്റ്റ് സെറ്റ് പ്രോപ്പർട്ടിയാണ്, 10th സെറ്റ് പ്രോപ്പർട്ടി. അതിൽ പറയണത് സാധാരണ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പിന്നെ ഇപ്പോൾ എക്സാമ്പിൾ സൈൻ ആണെങ്കിൽ അതിനെ കോസിലേക്ക് മാറ്റാനും കൊസീക്കിലേക്ക് മാറ്റാനും പിന്നെ അതേപോലെ ഇനി ടാൻ ഉണ്ടെങ്കിൽ അതിനെ സീക്കിലേക്ക് മാറ്റാനും ഒക്കെ നമ്മളെ കയ്യിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ വേറെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ രൂപത്തിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എടുത്തു. സൈൻ ഇൻവേഴ്സിനെ കോസ് ഇൻവേഴ്സിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റണം, സൈൻ ഇൻവേഴ്സിനെ ടാൻ ഇൻവേഴ്സിൻ്റെ രൂപത്തിൽ, കൊസീക്ക് ഇൻവേഴ്സിൻ്റെ രൂപത്തിൽ, സീക്ക് ഇൻവേഴ്സിൻ്റെ രൂപത്തിൽ, കോട്ട് ഇൻവേഴ്സിൻ്റെ രൂപത്തിൽ. അങ്ങനെ ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ രൂപത്തിലേക്കും ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് 10th സെറ്റിൽ നമ്മൾ പഠിക്കാനുള്ളത്.
അതുകൊണ്ട് ഞാനിതിൽ ഒരു 3 സെറ്റ് 10th സെറ്റ് പ്രോപ്പർട്ടിയിൽ 3 സെറ്റ് ഫോർമുലാസ് ഞാൻ എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ആ ഫോർമുലാസ് നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്. ഞാൻ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഫോർമുല ആയിട്ടല്ല യൂസ് ചെയ്യുക, ഞാൻ പറയുന്ന ടെക്നിക്കാണ് പ്രോബ്ലംസിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നോക്ക്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനല്ലേ സൈൻ തീറ്റ വരാം? എടാ സൈൻ തീറ്റ എങ്ങനെയാണെങ്കിൽ ഈ തീറ്റനെ ഇവിടെ നിർത്തിയിട്ട് സൈൻ ഇൻവേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താടാ വരിക? സൈൻ ഇൻവേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ധാരണ എന്താ അറിയോ? സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിലുള്ളതാണെന്ത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഞാൻ തുടക്കത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു. അവിടെ ഉള്ളിൽ നടക്കുന്നത് ഇവിടെ പുറത്ത് നടക്കും, അവിടെ പുറത്ത് നടക്കുന്നത് ഇവിടെ ഉള്ളിൽ നടക്കും. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇത് ഇവിടെ പുറത്തുള്ള സംഗതിയാണ്. നേരെ മറിച്ച് സൈൻ ഇൻവേഴ്സ് എടുത്താലോ അത് ഇവിടെ ഉള്ളിലുള്ളതാണ്. സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതേപോലെ എല്ലാത്തിലും അങ്ങനെ തന്നെ കേട്ടോ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കി? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാ. അങ്ങനെയാണെങ്കിൽ തീറ്റ നിങ്ങൾ കാണുന്ന സമയത്ത് കോസ് ഇൻവേഴ്സ് ഓഫ് എന്താ വരിക? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനല്ലേ വരിക? അങ്ങനെയെങ്കിൽ ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. അപ്പൊ ടാൻ ഇൻവേഴ്സിന്റെ ഉള്ളിലുള്ള കാര്യം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് എന്നാ. ഈ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെയാണ് ഞാൻ മാറ്റാൻ പോകുന്നത് കേട്ടോ. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 എന്നല്ലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഒരു ട്രയാങ്കിള്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ കറസ്പോണ്ടിങ് ആംഗിൾ ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സ്, ഹൈപ്പോട്ടന്യൂസ് എന്താ? 1. ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്? അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം അഡ്ജസന്റ് സൈഡ് എങ്ങനെ വരിക? റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നല്ലേ വരിക? അങ്ങനെയെങ്കിൽ ഇനി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ ഞാൻ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റുകയാണ്. കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്താ? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് ബൈ 1, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 എന്താ വരിക? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതിനെ തന്നെ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ എനിക്ക് ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം എന്ന് കരുതിക്കോ. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? ടാൻ ഇൻവേഴ്സ് അതിന്റെ ഉള്ളിൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയ ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. റെഡി അല്ലേ? ഇനി അടുത്തത് കോട്ട് ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിനെ മറിച്ചിട്ടത്. ടാൻ ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ, കോട്ട് ഇൻവേഴ്സ് ആകുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ളതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. അതായത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ്. അല്ലെങ്കിൽ ഇതിനും ചിന്തിക്കാം എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതാണ് അഡ്ജസന്റ് സൈഡ്, ഇതാണ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് അഡ്ജസന്റ് സൈഡ്, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. റെഡി? ഇനി ഞാൻ കൊസീക്ക് ഇൻവേഴ്സ് എടുക്കുകയാണെന്ന് എഴുതിക്കോ. അത് നിങ്ങൾക്കറിയല്ലോ, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് വരും. ഇനി അടുത്ത് സീക്ക് ഇൻവേഴ്സ് എടുക്കുകയാണെന്ന് എഴുതിക്കോ. അത് ഈ കോസ് ഇൻവേഴ്സിന്റെ നേരെ റെസിപ്രോക്കൽ അല്ലേ? അതായത് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്ക്. ഇനി ഇതേപോലെ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനെ ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലേക്ക് മാറ്റണം. അത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്ക്. എടാ അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലുണ്ടാകുന്ന എന്താണ്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 ആണ്. കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ അത്തരത്തിലുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ കൺസ്ട്രക്ട് ചെയ്താൽ ഇതാണ് ആംഗിൾ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, ഹൈപ്പോട്ടന്യൂസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ? അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം റൂട്ട് ഓഫ് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് സ്ക്വയർ വരും. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അങ്ങനെയെങ്കിൽ ഈ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനെ എനിക്ക് സൈൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം എന്ന് എഴുതിക്കും. എന്താ സൈൻ ഇൻവേഴ്സ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത്
റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1, അത് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ വരിക. ഇതേപോലെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം എന്ന് കരുതിക്കോ. അതെന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് വരും. ഇതിനെ കോട്ട് ഇൻവേഴ്സിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഈസ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എടുക്കുക. ഇനി അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് ആണെങ്കിലോ, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് ഇതിനെന്ത് ചെയ്യാം? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇതിനെ മാറ്റണമെങ്കിലോ സീക്ക് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് ചെയ്യാം. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക അതിനെ ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ തന്നെ തേർഡ് വൺ, ടാൻ ഇൻവേഴ്സ് എക്സിനെ ബാക്കിയുള്ളതിലേക്ക് എന്ത് ചെയ്യുക മാറ്റിയെടുക്കാൻ പോകാം കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യരുതിട്ടോ, മനസ്സിലാക്കി വെക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മുടെ മനസ്സിലുണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ 1 ആണ്. ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അത് എക്സ്, അഡ്ജസൻറ്റ് സൈഡ് 1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്താ? റൂട്ട് ഓഫ് ബേസിൻ്റെ സ്ക്വയർ, അതായത് 1ൻ്റെ സ്ക്വയർ, അതായത് 1 പ്ലസ് ഓപ്പോസിറ്റ് സൈഡിൻ്റെ സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നല്ലേ വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഓരോന്നിനെ എഴുതാൻ പോകുക കേട്ടോ. സൈൻ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് എക്സ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി കോസ് ഇൻവേഴ്സിന് ഏതാണ്? കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1 ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി അടുത്തത് കോട്ട് ഇൻവേഴ്സിന് ഏതാണ്? കോട്ട് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ റെസിപ്രോക്കൽ 1 ബൈ എക്സ്. ഇനി അടുത്തത് കൊസീക്ക് ഇൻവേഴ്സിന് ഏതാണ്? അതായത് എക്സ് ബൈ ഇതാണെങ്കിൽ മറ്റേതെന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് വരും. ഇനി ലാസ്റ്റ് വൺ സീക്ക് ഇൻവേഴ്സിന് ഏതാണ്? അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. കണ്ടോ? ഇത്രയും പ്രോപ്പർട്ടീസ് മാത്രമേ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇതിലൊരു തിയറി പോലും പഠിക്കാനില്ല. കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നതോടുകൂടി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആകും.